ഫ്രണ്ട്സ്, ഇന്നാ രാത്രി എൻ്റെ ഉറക്കം അങ്ങോട്ട് ശരിയായില്ല. കാര്യം ഒന്നാതെ ചൂടാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അതിനിടയ്ക്കൂടി ഇന്നലെ രാത്രി കറണ്ടും കൂടെ പോയി, പ്ലസ് കൊതുക് കടി ഉണ്ടായിരുന്നു. എല്ലാം കൂടി നല്ല മികച്ച ഒരു നൈറ്റ് ആയിരുന്നു ഇന്നലത്തേത്. ഇന്നലെ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ മഴ പെയ്തെന്ന് അറിഞ്ഞായിരുന്നു. പക്ഷേ കോഴിക്കോട് മഴയുടെ ഒരു അംശം പോലും ഉണ്ടായിരുന്നില്ല. അത്രയ്ക്ക് ചൂടാണ്, സഹിക്കാൻ പറ്റുന്നില്ല. എന്താണ് നിങ്ങളുടെയൊക്കെ അവസ്ഥ? നിങ്ങളുടെ നാട്ടില് ചൂടൊക്കെ ഉണ്ടോ? എന്നോട് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പോ 2 മാസം അവധിയൊക്കെ അല്ലേ, എന്താ നാട്ടിൽ പോവാത്തത്, എന്തു പറ്റി, എന്തിനാ ഇപ്പോഴും കോഴിക്കോട് നിൽക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിനൊക്കെ ഉത്തരം ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അതുപോലെ കുറച്ചു പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, BEd ലൈഫ് എങ്ങനെ ഉണ്ടായിരുന്നു, എളുപ്പമാണല്ലേ? അതൊക്കെ ഞാൻ വഴിയേ പറഞ്ഞു തരാം. സ്ഥിരമായിട്ട് കോളേജിൽ പോവാൻ നേരത്തെ എണീറ്റ് ഇപ്പോൾ ലീവുള്ള ദിവസമാണെങ്കിൽ പോലും ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു സമയമാകുമ്പോൾ എണീറ്റ് പോകും ഗൈസ്. ആ ഗേറ്റിൽ കിടക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? രാവിലത്തെ കാപ്പിയാണ് അവിടെ ഗേറ്റിൽ കിടക്കുന്നത്. ഇനി അവിടെ പോയി എടുക്കുക, ഫുഡ് കഴിക്കുക, പണിയൊന്നുമില്ലെങ്കിൽ കിടന്ന് ഉറങ്ങുക, വീണ്ടും ഉച്ചയ്ക്ക് എണീക്കുക, ഫുഡ് കഴിക്കുക, ഇത്രയൊക്കെ ഉള്ളൂ. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല ഇഡലിയും, നല്ല പൂ പോലത്തെ ഇഡലിയും, നല്ല ചമ്മന്തിക്കറിയാണ് ഗൈസ്. അപ്പൊ കഴിക്കട്ടെ. രാവിലത്തെ കാപ്പി കൂടി കഴിഞ്ഞിട്ട് ഇച്ചിരി നേരം ഉറങ്ങി. ഫുഡ് കഴിക്കാൻ നേരമായപ്പോൾ എണീറ്റു. പക്ഷേ ഫുഡ് വന്നിട്ടില്ല. അപ്പോഴാണ് മനസ്സിലായത് ഇന്ന് ഫുഡില്ല. ഓക്കെ, അപ്പൊ തന്നെ എന്ത് ചെയ്തു? നമ്മൾ പുറത്തുനിന്ന് ഓർഡർ ചെയ്തു. നല്ല ചൂട് ബീഫ് ബിരിയാണി. വിശന്നിരിക്കുന്നത് കൊണ്ടാണോന്ന് അറിയത്തില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ബീഫ് ബിരിയാണിയും കഴിച്ചിട്ട് കുറച്ചു നേരം മയങ്ങി. അപ്പോഴേക്കും ഒരു കൊറിയർ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ആൾ വിളിച്ചു. പുറത്തിറങ്ങി നോക്കിയപ്പോഴേക്കും ആളിനെ കണ്ടില്ല. നോക്കിയപ്പോ ദാ വരുന്നു കൊറിയറുമായിട്ട്. അങ്ങനെ സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് സാധനം കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഈ സാധനം എന്താന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഓക്കെ, കുറച്ച് ദിവസം കൊണ്ട് വീട്ടിൽ തന്നെ ഇരുന്ന് മടുത്തു. നമുക്കിനി കുറച്ചു നേരം പുറത്തൊക്കെ പോയിട്ട് വരാം. ഒന്നും മേടിക്കാനില്ലെങ്കിലും വെറുതെ അങ്ങ് SMൽ പോവാ, അതൊരു രസമാണ് ഗൈസ്. അനിയത്തിക്ക് ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാനുണ്ടായിരുന്നു. അപ്പൊ SMന്റെ അകത്ത് തന്നെ ഒരു കോംപ്ലക്സ് പോലത്തെ ഒരു സ്ഥലമുണ്ട്. അവിടെ ഞങ്ങൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട് വന്നു. കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും പറഞ്ഞിരുന്നു എനിക്ക് അറിയത്തില്ല ഗൈസ്. പിന്നെ തിരിച്ചു വരാൻ നേരത്ത് ഓച്ചായിൽ കയറി ഒരു കട്ടനം കൂടെ കുടിച്ചിട്ട് നേരെ വീട്ടിൽ വന്നു. എന്റെ പൊന്നു ഗൈസേ, ചൂടെടുത്തിട്ട് ഒരു രക്ഷയില്ല. തിരിച്ചു വന്നപ്പോ എന്റെ കോലം കണ്ടില്ലേ. ഞാൻ ഇനി പോയൊന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ടൊന്ന് കിടക്കട്ടെ. അപ്പൊ ശരി ഗൈസ്, ബൈ.